ഹലോ ഫ്രണ്ട്സ്, എത്രയും പെട്ടെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അർജുൻ്റെ ഫാമിലിയും നമ്മുടെ മനാഫ്കയും തമ്മിലുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്നാഗ്രഹിക്കുന്നവരാണല്ലേ നമ്മൾ ഓരോ മലയാളികളും. എങ്കിൽ പക്ഷേ അത് നമ്മളെല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് ഓരോ ദിവസം പുതിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ മനാഫ്കാക്കെതിരെ പോലീസ് കേസ് വരെ അല്ലേ, അതിലൊന്നാം പ്രതിയാണ് നമ്മുടെ മനാഫ്ക. ഈ അർജുൻ്റെ കുടുംബത്തിനെതിരെ സൈബർ അറ്റാക്ക് വന്നതിനും കാരണമൊക്കെ ആയിട്ട് മനാഫ്കയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മുടെ മനാഫ്ക പ്രതിയാണ് അല്ലേ. എല്ലാ നന്മകളും ചെയ്തു കൊടുത്തിട്ട് ഇന്ന് ആ വ്യക്തി പ്രതിയാണ്. എന്താ പറയുക, അത് ഇപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ താഴെയായാലും വരുന്നൊരു കമൻസാണ്, നമ്മൾ എത്ര നല്ലത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല, നമ്മുടെ ലോകം അങ്ങനെയാണ്, നമ്മൾ നല്ലത് ചെയ്തു കൊടുക്കുന്നത് ഒരാളും തന്നെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് കുറേ കമൻസായി ഇങ്ങനെ വരുന്നു, നമ്മൾ എത്ര തന്നെ നല്ലത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല, നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഇത് തന്നെയാണ്. മനാഫ്ക എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തത് അല്ലേ? മനാഫ്കാക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടല്ലേ ആ ഒരു വ്യക്തി ഇന്നതൊക്കെ കേൾക്കുന്നത് എന്നുള്ള പലതരത്തിലുള്ള കമൻസാണ് വരുന്നത്. ഇതൊന്നും അല്ല കേട്ടോ ഇപ്പോഴത്തെ കാര്യം. അതായത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ട്, അതിൻ്റെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ, അതായത് ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ എഴുതുന്ന പോലെ, അർജുൻ മനാഫ്കാക്ക് എഴുതുന്ന പോലുള്ളൊരു ഇതായിരുന്നു, കത്തായിരുന്നു. ആ ഒരു കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താ പറയുക, ശരിക്കും സങ്കടം തോന്നിയിട്ട്. കാരണം നമ്മുടെ അർജുൻ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അർജുൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ആ ഒരു കത്തിൽ റിയൽ ആയിട്ടുള്ളത്. അത് ആരാണ് എഴുതിയതെന്ന് അറിയില്ല, പക്ഷെ അർജുൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ ഒരു കത്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് സങ്കടം വരും. എന്തായാലും നമുക്ക് ആ ഒരു കത്തിലുള്ള കാര്യം എന്താണെന്ന് ഒന്ന് കേൾക്കാം. എന്നോട് ക്ഷമിക്കണം, എനിക്കെല്ലാം മനസ്സിലായി, എല്ലാവരെയും മനസ്സിലായി, ബന്ധങ്ങളെയും ഒക്കെ വെറും കുന്തമാണെന്നും മനസ്സിലായി, സ്നേഹത്തിൻ്റെ വിലയും തിരിച്ചറിഞ്ഞു. ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളുമെല്ലാം ചാനലിന് മുന്നിൽ ഒരു സങ്കടവുമില്ലാതെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ശരിക്കും എൻ്റെ ആദ്യത്തെ മരണം അവിടെ സംഭവിച്ചു. അപ്പോഴാണ് സംഭവിച്ചത് നെഞ്ച് തകർക്കണ മരണം. പിന്നെ മൊട്ടത്തലയൻ മൈക്കുമായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവൻ കളിച്ചു. കളികൾ കണ്ട് ഗംഗാവലി പുഴയിൽ ഒഴുക്ക് പോലും നിലച്ച് ഞാൻ കണ്ടിരുന്നു. രണ്ടാമത്തെ മരണം അവിടെ സംഭവിച്ചു. വെള്ളത്തിനടിയിൽ എന്നെ കിടത്തി റേറ്റിംഗ് ഉണ്ടാക്കിയ ആ മൊട്ടനായ ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ചിരി വരുന്നു. ഒരിക്കലെങ്കിലും ഗംഗാവലി പുഴയരികിൽ എൻ്റെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. ലോറിക്കുള്ളിൽ കിടന്ന് തെളിഞ്ഞ ജലാശയത്തിന്റെ മുകളിലൂടെ എനിക്ക് എൻ്റെ അമ്മയെയും ഭാര്യയെയും എൻ്റെ പൊന്നുമോനെയും കാണാമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവരുടെ കണ്ണുനീര് ഈ പുഴയിൽ വീഴുമെന്ന് അതിൽ ലയിക്കുമെന്നും കരുതി. പക്ഷെ ആരും വന്നില്ല. പകരം ഞാൻ മരിച്ചുവോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയും മുമ്പേ എൻ്റെ സഹതാപത്തിന്റെ ഭാര്യ ഒരു സർക്കാർ ഓഫീസിൽ ജോലിയിൽ കയറി ചിരിക്കുന്ന ഫോട്ടോ വന്ന പത്രം ഞാൻ കണ്ടു. നനഞ്ഞു കുതിർന്ന ആ പത്രത്തിന്റെ ചിരി കണ്ട് ഞാൻ നിർത്താതെ കരഞ്ഞുപോയി. ഞാൻ ജീവനോടെ തിരിച്ചു ചെന്നാൽ അവൾക്ക് ജോലിക്ക് പോകും, അത് അവരെ ഭയപ്പെടുത്തും തുടങ്ങിയ ചിന്തയിൽ ഞാൻ തണുത്തു വിറച്ചു കിടന്നു. എനിക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടു. അതിൽ ജാതിയോ മതമോ ഇല്ലായിരുന്നു. അതിലൊരു പ്രാർത്ഥന എന്നെ കരയിച്ചു. വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയിൽ ഇമാം എനിക്കായി കരയുന്ന കാഴ്ച. എത്ര ഉമ്മമാരും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഗൾഫ് നാടുകളിൽ എന്നെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചു. ഒരിക്കലും കാണാതെ അകലെ ഇരുന്ന കരഞ്ഞവരെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ജീവനോടെ വരാനായില്ല. എല്ലാവരും കരയുമെന്നും പ്രതീക്ഷിച്ചവരുടെ മൗനം എന്നെ കൊന്നിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ വരാനാണ്? പക്ഷെ ജീവനില്ലാത്ത ശരീരവുമായി എനിക്ക് തിരിച്ച് ഈ പുഴയിൽ നിന്ന് കരയ്ക്ക് കയറണമായിരുന്നു. അതെൻ്റെ വാശിയായിരുന്നു. അതുകൊണ്ടായിരുന്നു ലോറിക്കകത്ത് അള്ളിപ്പിടിച്ച് ഒരു ജീവിക്കും വിട്ടുകൊടുക്കാതെ ജീർണിക്കാതെ ഞാൻ കിടന്നത്. ഗംഗാവലി പുഴ എന്നെയും ലോറിയെയും വീങ്ങിയ വാർത്ത നിങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ ഒരാൾ പുഴ വക്കത്ത് കണ്ണീരടക്കാൻ പാടുപെട്ട് വിങ്ങുന്നുണ്ടായിരുന്നു, തല തല്ലി കരയുന്നുണ്ടായിരുന്നു. അതാണ് മനാഫ്ക. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുഴയിൽ യജമാനെ കാണാനാവാത്ത പട്ടിയെ പോലെ മനാഫ്ക അലയുന്നുണ്ടായിരുന്നു. അവനോ പോയി, എൻ്റെ ലോറിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതി നിൽക്കുന്നതാവും എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നിങ്ങൾ ഈ പുഴയിലേക്ക് നോക്കി, എൻ്റെ അർജുനെ നീ എവിടെടാ, ഒന്ന് വാന്ന് പറഞ്ഞു കരഞ്ഞ് നിമിഷമുണ്ടല്ലോ. അത് കണ്ടപ്പോൾ ജീവനോടെ കരയിലേക്ക് കുതിച്ചുയരാൻ തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. മനാഫ്ക നിങ്ങൾ 72 ദിവസമാണ് എന്നെയും കാത്തു പുഴയരികിൽ കണ്ണുനീര് കാവലിരുന്നത്.
നിങ്ങൾ ബോട്ടിൽ വെള്ളം മാത്രം കുടിച്ച് നേരം വെളുപ്പിച്ചതും ഭക്ഷണം കഴിക്കാതെയും വസ്ത്രം മാറ്റാതെയും ഉറങ്ങാതെയും ചെളി മണ്ണിലിരുന്ന് ബിസ്ക്കറ്റ് മാത്രം കഴിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. ഭാര്യയും മക്കളെയും കൂടെ കഴിയാമായിരുന്നു. പോയില്ല. എൻ്റെ അമ്മയും ഭാര്യയും പരനാറി അളിയനും അങ്ങകലെ ഉറങ്ങുമ്പോൾ എൻ്റെ ജീവൻ്റെ തുടിപ്പിനായി നിങ്ങൾ ഈ പുഴവക്കിലിരുന്ന് കരയുകയായിരുന്നു. കർണാടക സർക്കാരിനോട് കെഞ്ചുകയായിരുന്നു, പൊരുതുകയായിരുന്നു. ഒടുവിൽ ലോറിയിൽ നിന്നും എന്നെ പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ ഭ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞു. ആ വാക്കുണ്ടല്ലോ, എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു. ഞാൻ ഓനെയും കൊണ്ടേ പോകൂ എന്ന വാക്ക്. ഗംഗാവരി പുഴ കരഞ്ഞ നിമിഷമായിരുന്നു അത്. മനാഫ്ക, നിങ്ങൾ എനിക്കായി കാത്തിരുന്നത് ആ 72 ദിവസം മതി എൻ്റെ ആത്മാവിൽ നിത്യശാന്തി കിട്ടാൻ. നിങ്ങളുണ്ടാക്കിയ സ്നേഹലോകം കരകളഞ്ഞ എൻ്റെ കേരളത്തിൻ്റെ മനുഷ്യപ്പറ്റിൻ്റെ മായ്ക്കാനാവാത്ത അടയാളമായിരുന്നു. ഇപ്പോൾ സങ്കടമുണ്ട്. എല്ലാവരെയും കൂടി നിങ്ങളെയും കൊല്ലുകയാണ്. എൻ്റെ മനാഫ്ക, മാപ്പ്. നന്ദിയില്ലാത്ത കവിതകൾ ഇതിലും കൂടുതലൊന്നും അവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കേരളീയ സമൂഹമേ മാപ്പ് എന്ന് നിങ്ങളുടെ സ്വന്തം മറിച്ചു. ഈ ഒരു കത്തിലെ ആ ഒരു കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നമ്മുടെ അർജുൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്. അത് ഓരോന്നും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ഒരു ആളെ എഴുതിയിട്ടുള്ളത്. കാരണം നമ്മളൊരു മലയാളി തന്നെയാണ്, അതെന്തായാലും ഉറപ്പാണ്. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്ന, ഇന്ന് വരെ അർജുനെ കാണാതായ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അറിയുന്ന ഒരു വ്യക്തി, നമ്മളെപ്പോലെ തന്നെ എല്ലാ വിഷയങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എഴുതിയതാണ് അല്ലേ. ശരിക്കും നമ്മുടെ മനാഫ്ക എത്രമാത്രം അതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ വീട്ടുകാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ അർജുന് ആ ഒരു വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഒരു ടൈമിൽ എന്തൊക്കെ അവൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. ആ ഒരു ചിന്തകളൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു വ്യക്തി അനുഭവിച്ച് അറിഞ്ഞ പോലെയാണ് എഴുതുന്നത് അല്ലേ. ആ ഒരു കത്ത് കേട്ടഞ്ഞ് റിയലായിട്ട് അത് ആരെഴുതിയാണെങ്കിലും തന്നെ നമ്മുടെ അർജുൻ എഴുതിയ ആ ഒരു ഫീലാണ് ആ ഒരു കത്ത് കാണുമ്പോൾ കിട്ടുന്നത്. ഞാൻ ചിന്തിക്കുന്നത് അതൊന്നല്ല കേട്ടോ. ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കാരാണ്? നമ്മൾ മലയാളികൾക്ക് ആരാണ്? ആരും തന്നെ ഇല്ല. ഈ മലയാളികൾ, ഞാനടക്കം ഇന്ന് അർജുന് വേണ്ടി സംസാരിക്കുന്ന പല ആളുകളും അർജുനെ ഒരു നോക്ക് കാണുക പോയിട്ട് ഇന്ന് ഇത്രയും കാലം അർജുന ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് ആർക്കും തന്നെ ഒരു അറിവുണ്ടായിട്ടുണ്ടാവില്ല അല്ലേ. നമുക്ക് ആരുമല്ല അർജുൻ, ആരും പറഞ്ഞാൽ ആരുമല്ല, ഒരു സാധാരണ വ്യക്തി, നമ്മുടെ അയൽവക്ക് ഉള്ള ആൾ പോലുമല്ല അല്ലേ. നമ്മൾ ജീവിതത്തിൽ ഇന്നവരെ കേട്ടിട്ടുള്ള ഒരാളല്ല. എന്നിട്ട് കൂടി ആ അർജുന് വേണ്ടിയിട്ട് അല്ലേ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എത്രയോ നാളുകൾ നമ്മൾ ഉറക്കത്തിൽ വരെ അല്ലേ അർജുൻ എന്നുള്ള ഒരു പേര് വന്നിട്ടുണ്ടാവും. നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അർജുന് വേണ്ടിയിട്ട് ഒരു നിമിഷമെങ്കിലും ഒരു കണ്ണീര് പൊടിക്കാത്ത മലയാളികൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും നമ്മുടെ മനസ്സിൽ ഉരുകി നിന്നൊരു പേരാണ്. അതുമാത്രമല്ല, നമ്മുടെ അർജുൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ആയിട്ടുള്ള വ്യക്തി, ഒരിക്കലും മതത്തിൻ്റെ പേര് പറയില്ല. എന്നിട്ട് കൂടി നമ്മുടെ മുസ്ലിം പള്ളികളിൽ അർജുന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥന ഉയർന്നു എന്നൊക്കെ പറയുന്നത് അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഈ പള്ളിയിലുള്ള ആളുകൾക്ക് ഒരിക്കലും അർജുനെ അറിയില്ല അല്ലേ. എന്നിട്ട് കൂടി നമ്മൾ മലയാളികളായി കണ്ട് ഒരു വ്യക്തി മലയാളിയായിട്ടുള്ളൊരു വ്യക്തിയല്ലേ എന്ന് കരുതിയിട്ട് നമ്മുടെ അർജുന് വേണ്ടി നമ്മൾ മലയാളികൾ ഒന്നടക്കം അതിൽ ജാതി മതം ഒന്നും നോക്കാതെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ. നമ്മൾക്ക് എല്ലാവർക്കും അർജുനെ അറിയുന്നതിലും കൂടുതൽ അർജുൻ്റെ ഫാമിലിക്കാണല്ലോ അവനെ അറിയുന്നത്. ആ ഒരു ഫാമിലി കാണിക്കേണ്ട നന്ദി, നമ്മൾ മനാഫ്ഖാനടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹം പോലും അർജുൻ്റെ ആ ഒരു ഫാമിലിക്ക് ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാത്തത് അല്ലേ. നമ്മളെന്നൊന്ന് ചിന്തിച്ച് നോക്കും, നമുക്ക് മനാഫ്ഖാനുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ എത്രയോ ഇരട്ടി സ്നേഹം സത്യം പറഞ്ഞാൽ ആ ഒരു കുടുംബം മനാഫ്ഖാനടുത്ത് കാണിക്കണം. ഇന്ന് അർജുന് ജീവനോടെ അല്ലെങ്കിലും അവൻ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസം അല്ലേ. നമ്മളല്ലെങ്കിൽ എന്ത് വിശ്വാസത്തിന് പുറത്ത് നമ്മൾ ജീവിക്കും? ഇന്ന് ആ ഒരു ഗംഗാവലിപ്പുഴയിൽ നിന്ന് അർജുന് പൊക്കിയെടുത്തിട്ടില്ലെങ്കിൽ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ അവൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നറിയാതെ നമ്മൾ എത്ര കാലം ജീവിക്കും? അതിന് നല്ലതല്ലേ അവൻ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നത്. ആ ഒരു വിശ്വാസം തന്നൊരു വ്യക്തിയാണ് മനാഫ്ക എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി, ആ കുടുംബം എത്രയോ നന്ദിയോട് കൂടി കാണേണ്ട ഒരു കുടുംബമാണ് ഇന്ന് ആ ഒരു വ്യക്തിയെ കേസിൽ കുടുക്കി നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണിക്കേണ്ട നന്ദിയാണ് മലയാളികൾ ഓരോ ആളുകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ മനസ്സിലാക്കാതെ പലതരത്തിലുള്ള യൂട്യൂബ് ആളുകളെയും കുറ്റം പറയുന്നു, ജനങ്ങളെ തന്നെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. സത്യം പറഞ്ഞപ്പോൾ ഈ അർജുൻ്റെ ഫാമിലി ജനങ്ങളാണ് ഇത് ഇത്രയും വഷളാക്കിയെന്ന് പറഞ്ഞിട്ട് ഓൾ ജനങ്ങളെയാണ് ഇപ്പോൾ കുറ്റം പറയുന്നത്. എന്തായാലും അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ അർജുൻ്റെ വൈഫ്, ആ ഒരു വൈഫിനെ ഇനി അർജുൻ്റെ ഈ സഹോദരിയുടെ ഭർത്താവ് കൂടിയിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആ ഒരു കാഴ്ച കൂടി അധികം വൈകാതെ തന്നെ മലയാളികൾക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കാരണം അർജുൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എന്നും ഇനി സന്തോഷത്തോടു കൂടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കട്ടെ. ഇനി ആ ഒരു സ്ത്രീയും കൂടി അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കൂടി തെരുവിലേക്ക് ഇറക്കി വിടാതെ അവർ തന്നെ സംരക്ഷിച്ച് പോട്ടെ.